കേരളത്തിന് റെയിൽവേ ബജറ്റിൽ വിഹിതങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 2744 കോടി രൂപയാണ് ഇതിനായി പ്രത്യേകമായി വകയിരുത്തിയിരിക്കുന്നത്. ഒപ്പം നിരവധിയായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ അതോടൊപ്പം തന്നെ അദ്ദേഹം നടത്തുകയും ചെയ്തു. വിവരങ്ങൾ നൽകിയത് ഉണ്ണിയാണ്. തെരഞ്ഞെടുപ്പ് വർഷത്തിൽ സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് ഇടക്കാല ബജറ്റ്. സ്ത്രീകൾക്കും യുവാക്കൾക്കും കർഷകർക്കും പ്രത്യേക പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചു. 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുമെന്നും നിർമ്മല സീതാരാമൻ ആവർത്തിച്ചു. 58 മിനിറ്റ് നീണ്ട ബജറ്റ് പ്രസംഗം ധനമന്ത്രി ആരംഭിച്ചത് സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷത്തെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു. എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വികസനം എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നയമെന്നും 2047ഓടെ വികസിത ഭാരതമാണ് ലക്ഷ്യമിടുന്നതെന്നും ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി പറഞ്ഞു. യുവാക്കൾക്ക് പ്രത്യേക പദ്ധതികളും ധനമന്ത്രി പ്രഖ്യാപിച്ചു. Every challenge of the pre-2014 era was overcome through our economic management and our governance. These have placed the country on a resolute path of sustained high growth. This has been possible through right policies, true intentions, and appropriate decisions. In the full budget in July, Honorable Speaker, our government will present a detailed roadmap for our pursuit of Vikasit Bharat. ജനപ്രിയ പദ്ധതി പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ലെങ്കിലും ആദായ നികുതി പരിധിയിൽ ഇക്കുറി മാറ്റമില്ല. ഇടക്കാല ബജറ്റാണെങ്കിലും 5 വർഷം കൊണ്ട് 2 കോടി വീടുകൾ നിർമ്മിക്കുമെന്നാണ് പ്രഖ്യാപനം. 1 കോടി വീടുകളിൽ സോളാർ പദ്ധതി നടപ്പിലാക്കുമെന്നും കാർഷിക മേഖലയിൽ കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. GST വരുമാനം കൂടിയെന്നും സംസ്ഥാനങ്ങൾക്കും അതിന്റെ ഗുണം ലഭിച്ചെന്നും ധനമന്ത്രി അറിയിച്ചു. ജൂലൈയിലെ സമ്പൂർണ്ണ ബജറ്റിൽ വികസന ഭാരതത്തിനുള്ള പദ്ധതികൾ ഉണ്ടാകുമെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.